ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഗുഡ് മോർണിംഗ് എവറിബഡി. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ പതിവ് പോലെ എൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു, മോന് ടിഫിനൊക്കെ പാക്ക് ചെയ്തു. ഇപ്പം കോളേജിൽ പോകാൻ റെഡി ആയിട്ടുണ്ട്. പോകുന്നു. ഇത് എൻ്റെ CCTV റെക്കോർഡിംഗ് ആട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അവൻ പോവാണ് കോളേജിലേക്ക്. അപ്പോൾ എൻ്റെ രണ്ട് റൊട്ടീനാണ്. മോൻ പോണ വരെ ഒരു റൊട്ടീൻ, മോൻ പോയി കഴിഞ്ഞിട്ട് വേറെ റൊട്ടീൻ, പിന്നെ മോൾക്ക് വേണ്ടി വേറെ റൊട്ടീനാണ് എൻ്റെ. അപ്പോൾ ഇപ്പോൾ മോളിന് വേണ്ടി ഞാനൊക്കെ പാക്ക് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ മോട്ടർ അടിച്ച് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് അവിടെ. അപ്പോൾ അവൻ പോകുന്ന ബായ് പറയാമെന്ന് വെച്ചിട്ട് വന്നു. അവൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ അതേപോലെ അടിച്ച് വാരി വീടൊക്കെ മുറ്റമൊക്കെ അടിച്ച് വാരി വെള്ളം എടുത്ത് ആ മുറ്റമൊക്കെ അതവിടെ രാത്രിയിലാകുമ്പോൾ കുറേ പട്ടികളൊന്നും അവിടെ കിടക്കും ഞങ്ങളുടെ മുറ്റത്ത്, ആ ഗേറ്റിൻ്റെ അവിടെ. അപ്പോൾ അവിടെ മൂത്രമൊക്കെ ഒഴിച്ചിട്ട് പോകും. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലുണ്ടാവും ഈ പട്ടികളൊക്കെ മൂത്രം ഒഴിക്കുമ്പോഴേ. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പൊട്ട സ്മെല്ലായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ മുറ്റമൊക്കെ അടിച്ച് വാരി അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ വെള്ളം തളിക്കുന്ന ആ ഗേറ്റിൻ്റെ അവിടെയൊക്കെ വെള്ളം തളിക്കും. ചിലപ്പോഴൊക്കെ ഞാൻ ഡിറ്റർജൻറ്റൊക്കെ കലക്കി ഒഴിക്കും, ആ സ്മെല്ലൊന്ന് മാറി കിട്ടാൻ. ചിലപ്പോൾ ഡെറ്റോൾ ഇടും, ഫിനോയിലൊക്കെ ഒഴിക്കും. പക്ഷെ ഇന്ന് അതൊന്നും ഒഴിച്ചില്ല. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി ഞാൻ മുറ്റമൊക്കെ അടിച്ച് വാരി കഴുകിയിട്ടൊക്കെയാണ് ഞാൻ പോയി കയറി കിടക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ മൂത്രം ഒഴിക്കാൻ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അടിച്ചൊക്കെ വാരി ആ ഭാഗത്തൊക്കെ വെള്ളം ഒഴിച്ചൊന്ന് ക്ലീൻ ചെയ്യാനുള്ള പ്ലാനായിരുന്നു. അപ്പം ഞാൻ അടിച്ച് വാരണം. അപ്പം എനിക്ക് ഈ CCTVയിൽ അത്ര വരെ കിട്ടുള്ളൂ, അതിൻ്റെ അപ്പുറം പോകണമെന്നൊന്നും കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് ആ കാലത്ത് തന്നെ എടുത്ത് ഇങ്ങനെ പുറത്ത് വന്നിട്ട് ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു മടി നാണക്കേടൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ CCTVയിൽ നോക്കിയപ്പോൾ എല്ലാതുണ്ട്. അപ്പോൾ അത് അങ്ങനെ അപ്ലോഡ് ചെയ്തതാണ് അതിനെടുത്തിട്ട്, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഓൾറെഡി തളിച്ച് കഴിഞ്ഞു, വെള്ളമൊക്കെ തളിച്ച് കഴുകി മുറ്റം വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പകുതി ക്ലിപ്പിങ് കാണാനില്ല, അത് എവിടെയെങ്കിലും പോയി കാണാമായിരിക്കും. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി ഞാൻ. അപ്പോൾ ആ പൈപ്പൊക്കെ ഒന്ന് മടക്കിയിട്ട് ഒതുക്കി വെച്ച് ഗേറ്റ് അടിച്ച് വന്നിട്ട് ഞാൻ സെക്കൻഡ് റൊട്ടീനിലേക്ക്, അതായത് മോളുടെ റൊട്ടീനിലേക്ക് തുടങ്ങണം. അവൾക്കുള്ള ടിഫിൻ എന്ന് വെച്ചാൽ 2 ടിഫിനാണ്. മോന് അവൻ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് കഴിക്കില്ല. അവന് വരും ചപ്പാത്തി, റോട്ടി അല്ലെങ്കിൽ നാൻ, അങ്ങനത്തെ പരിപാടികളാണ് കൂടുതലിഷ്ടം. പൊറോട്ട അങ്ങനത്തെയൊക്കെയാണ് അവന് ഇഷ്ടം. അവന് അരി ഭക്ഷണത്തോട് ഇഷ്ടമല്ല. പക്ഷേ ഇഡ്ഡലി ദോശയൊക്കെ കഴിക്കും കേട്ടോ. പക്ഷേ ദാറ്റ്സ് ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റിനെ പോലെ. അപ്പോൾ മോൾക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കാലത്ത് മോൾക്കുള്ള ടിഫിൻ ബോക്സ് നിറയ്ക്കലാണ്. അപ്പോൾ അതിന് വെറൈറ്റി ഫുഡ് വേണ്ടേ. ഇപ്പോൾ ചില ദിവസങ്ങൾ ക്യാരറ്റ് റൈസ് ആയിരിക്കും, ചിലപ്പോൾ ബീറ്റ്റൂട്ട് റൈസ് ആയിരിക്കും. ഇതൊന്നും എനിക്ക് എൻ്റെ മോന് കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അവനിതൊന്നും കഴിക്കില്ല. ചിലപ്പോൾ ഇത് മനസ്സുണ്ടെങ്കിൽ അവൻ കഴിക്കും. അപ്പോൾ ക്യാപ്സിക്കം റൈസ് ഇതൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കണം. ജസ്റ്റ് ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ വേവിച്ച റൈസ് ഒന്ന് മിക്സ് ആക്കിയാൽ മതി, ടേസ്റ്റി ആയിരിക്കും. ക്യാപ്സിക്കം റൈസൊക്കെ കഴിക്കില്ല എന്നല്ല, കൊടുത്തു വിട്ടാൽ കഴിക്കും. പക്ഷെ അവനത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അവന് ഇഷ്ടമല്ല. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പിന്നെ രാത്രിത്തേക്ക് അവന് ചപ്പാത്തി വേണം. ഒരു നേരം കഴിക്കുകയുള്ളൂ. അവന് ബിരിയാണി വയ്ക്കാൻ പറഞ്ഞാൽ അവന് ഇഷ്ടമാണ്. ബിരിയാണി കബാബൊക്കെ വെച്ച് കൊടുത്താൽ അവൻ കഴിച്ചോളും. പക്ഷേ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ കഴിക്കും, പക്ഷെ അവനത് ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ല. ഇപ്പം ഞാൻ മോൾക്ക് വേണ്ടി ക്യാരറ്റ് റൈസാണ് ഉണ്ടാക്കുക. അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഇഷ്ടം. അവൾക്ക് റൈസ് ഇഷ്ടമാണ്. അവൾ റൈസ് കഴിക്കും. അവൾക്ക് ഉച്ചയാകുമ്പോൾ അവൾക്ക് റൈസ് വേണം മസ്റ്റായിട്ട്. അപ്പോൾ 2 ആൾ വേറെ വേറെ രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് മുളക് പൊടി മതി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഗ്രേവി ആക്കി അതിൽ ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന വിഭവമാണിത്. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൽ എന്തായാലും ഞാൻ ചിരണ്ടിണ്ടായിരുന്നു, ഇന്നലെ തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ. അപ്പോൾ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാം വെച്ച് നമുക്ക് നല്ലപോലെ അടിപൊളിയായിട്ട് ഒരു ടിഫിൻ ബോക്സ് റെസിപ്പി ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് കഴിഞ്ഞു. തക്കാളി ഇതിൽ മെയിനായിട്ട് ഉഴുന്ന്,
ഉഴുന്ന്, കപ്പലണ്ടി, നമുക്ക് വേണമെങ്കിൽ കാഷ്യൂ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം വേണമെങ്കിൽ, നമുക്കിനി കുറച്ചുകൂടി റിച്ച് ആക്കാനായിട്ട്. കുട്ടികളല്ലേ, നല്ല പ്രോട്ടീന്, വിറ്റാമിൻസ്, ഫൈബറൊക്കെ ഉണ്ടാകുമെന്ന് വെച്ചാൽ കൊടുക്കാം. പക്ഷേ ഇത് ഇത്ര ധാരാളം മതി. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് തക്കാളി, ടൊമാറ്റോ ഒന്ന് സ്മാഷ് ചെയ്യാനായിട്ടാണ്. അതിപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ടാവുമല്ലോ. ഈ സോട്ട് ചെയ്യുമ്പോൾ തന്നെ ആ ചൂട് കിട്ടിയിട്ടൊന്ന് ചതയാനായിട്ടുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഞാനിതൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും ചതിയും. എന്ന് വെച്ചാൽ അത് സോഫ്റ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഒന്നുകൂടി സ്മാഷ് ചെയ്യാവട്ടെ, മെഷിയായിട്ട് കിട്ടിയിട്ടാന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നല്ലതാട്ടോ, ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക്. ടിഫിൻ പാക്കിങ്ങിനൊക്കെ ബെസ്റ്റാണ്. നന്നായിട്ട് കഴിക്കുകയും ചെയ്യും. ആൻഡ് ഇറ്റ്സ് ഹെൽത്തി ഓൾസോ. വിറ്റാമിൻ എ ആണ് ക്യാരറ്റ്, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്താൽ മതി. അത് വേണമെങ്കിൽ ചെറുതാക്കി കുണുകുണാന്ന് നുറിഞ്ഞിട്ട് അത് ഇട്ടാലും മതി. പക്ഷെ അത് പ്രോസസ്സ് കൂടുതലല്ലേ. അപ്പോൾ ഞാനത് ചിരണ്ടുന്നതാണ് ഏറ്റവും ഈസി. അപ്പോൾ നല്ലപോലെ ചിരണ്ടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്ത് ആ ഒരു മസാല ഞങ്ങൾ ഉണ്ടാക്കിയതൊക്കെ അതിൽ നല്ലപോലെ ബ്ലെൻഡായി കിട്ടിയിട്ട് ലാസ്റ്റിൽ നമുക്ക് വേവിച്ച ചോറ് അതിൽ ഇട്ട് മിക്സാക്കി കുറച്ച് കറിവേപ്പിലല്ല കൊത്തമല്ലിയൊക്കെ ചെറുതാക്കി അറിഞ്ഞ് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. യൂഷ്വലി ഞാൻ ചേർക്കാറുണ്ടെന്ന് മറന്നു പോയതാട്ടോ, അല്ലെങ്കിൽ ഞാൻ അതും ചേർത്തേനെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇട്ടത് നല്ലപോലെ സോട്ട് ചെയ്തിട്ട് നല്ലപോലെ ആ മസാലകളൊക്കെ ബ്ലെൻഡാക്കി ചോറ്. വെരി സിമ്പിളാണ്. നമുക്ക് തലയ്ക്ക് അത്രയ്ക്ക് പ്രഷറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ. ഇന്നിപ്പോൾ ഞാനിപ്പോൾ ക്യാരറ്റ് റൈസ് ഉണ്ടാക്കി. ഞാൻ മിനിഞ്ഞാന്ന് ഉണ്ടാക്കി കൊടുത്തത് ക്യാപ്സിക്കം റൈസായിരുന്നു. അതും കുട്ടികൾ എല്ലാം കഴിക്കും, ഇല്ലാന്നല്ല. പക്ഷേ മോന് കൂടുതൽ ചപ്പാത്തിയോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ആകെ അവൻ കോളേജിലൊക്കെ ഒന്ന് നന്നായിട്ട് പഠിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അവനെ കൊടുക്കുന്നത്. അത് വേണ്ട കേട്ടോ, അവൻ എന്ത് കൊടുത്താലും തിന്നോളും, ഇല്ലയെന്നൊന്നുമില്ല. പക്ഷെ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ചപ്പാത്തി പോലത്തെ സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ പറയാവുന്നത് ഈ ചോറ് ഇതിങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. ഇങ്ങനെയൊക്കെ കൊടുക്കാം കുട്ടികൾക്ക്, പെട്ടെന്നാവും, ടെൻഷനില്ല. ജസ്റ്റ് നമുക്ക് വെറൈറ്റിക്ക് വേണമെങ്കിൽ ഈ തേങ്ങയൊക്കെ ഒന്ന് എടുത്ത് ഇങ്ങനെ നല്ലപോലെ പാക്ക് ചെയ്ത് സേഫാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ചോറൊക്കെ മിക്സ് ആക്കുമ്പോൾ ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം. ഞാൻ ചോറ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടോ, ആ ക്ലിപ്പ് മാറിപ്പോയി. ഒക്കെ ഇട്ട് നല്ലപോലെ മിക്സാക്കിയ ഏതായാലും മുകളിലൊന്ന് ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. കൊറിയൻഡർ ലീഫ് ചെറുതാക്കി കട്ട് ചെയ്ത് ചോപ്പ് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക. അത് നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷേ ഇതൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ആകുമ്പോൾ ഉപ്പുണ്ടോയെന്ന് നോക്കണം. ഉപ്പ് എന്ന് വെച്ചാൽ ഞങ്ങൾ ഇട്ട ഉപ്പ് ആ ഗ്രേവിക്ക് കറക്റ്റായിരിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മൾ ചോറൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഉപ്പ് അതിനും സെറ്റാവില്ല. അപ്പോൾ ചോറിന് കഴിച്ച് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ. പക്ഷേ എൻ്റെ ഇത് കറക്റ്റായിരുന്നു, ഉപ്പ് എക്സ്ട്രാ ഒന്നും ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതൊക്കെ നല്ലപോലെ മിക്സാക്കി എല്ലാം നല്ലപോലെ അത് ഇങ്ങനെ മിക്സാക്കി നല്ലപോലെ യോജിപ്പിച്ചിട്ട് ആ മസാലയൊക്കെ ശരിക്കും ബ്ലെൻഡാവണം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അത് ബ്ലെൻഡാകുമ്പോൾ നമുക്ക് ഉപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പാണ് മെയിൻ ഇതിൽ. നല്ലപോലെ ഉപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡിഷ് നല്ലതായിരിക്കും. ഇത് നല്ലപോലെ നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നല്ല നമ്മളിട്ട വൈറ്റ് റൈസ് കാണാൻ പാടില്ല. ഈ ഒരു മസാലയുടെ കളറായിരിക്കും. എന്തായാലും നമ്മൾ ക്യാരറ്റ് ഇടുമ്പോൾ ക്യാരറ്റിൻ്റെ കളർ എന്തായാലും വീഴുമ്പോൾ അപ്പോൾ തന്നെ അത് പാക്ക് ചെയ്യരുത്, കുറച്ച് നേരം വെക്കണം. ഞാനിപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് ആ ചൂട് മാറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒരു സ്പൂണും വെച്ച് മൂടി വെച്ചേക്കണത്. അല്ലെങ്കിൽ അത് വെള്ളം വിടും, പിന്നെ അവർക്കത് കഴിക്കാനോ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്പൂൺ വെച്ച് ഞാൻ ലിഡൊക്കെ ക്ലോസ് ചെയ്ത് അവളുടെ ടിഫിൻ പാക്ക് ചെയ്ത് കൊടുത്തു. ഇത് നല്ല ഹെൽത്തി ആട്ടോ, അത് പെട്ടെന്ന് ആവും ചെയ്യും, ടെൻഷനും ഇല്ല. അപ്പോൾ കുട്ടികൾക്ക് നല്ല നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ അവളുടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പോണ സമയത്ത് വെള്ളം കുപ്പി നിറച്ച് കൊടുക്കും. എൻ്റെ വണ്ടി വന്നിട്ടും ഇത് ഒരു ലേഡി ഓട്ടോ ആണ്. ഒരു പെൺകുട്ടിയാണ് ഓടിക്കുന്നത് ഈ വണ്ടി. അപ്പോൾ ഇത് സേഫാണ് മോൾക്ക്. കറക്റ്റ് സമയത്തിന് കൊച്ചു വരും, വന്നിട്ട് പിക്ക് ചെയ്യും, എന്നിട്ട് കറക്റ്റ് സമയത്ത് ഡ്രോപ്പും ചെയ്യും.
അപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ട്. ഞങ്ങളുടെ കുട്ടി സമയത്തിന് പോയി അവിടെ റീച്ചായി, സമയത്തിന് അവർ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറ്റ്സ് വെരി നൈസ്. നല്ലൊരു കാര്യമാണ്. പിന്നെ അവൾക്ക് ഒരു ബൈബിൾ ടെസ്റ്റോ ക്വിസോ എന്തോ ഉണ്ട്. അപ്പോൾ അതിന് ഓൾ ദ ബെസ്റ്റൊക്കെ പറഞ്ഞിട്ട് അത് ആക്ച്വലി ഇൻ്റർ സ്കൂൾ കോമ്പറ്റീഷൻ പോലെയാണ്. ഇന്ന് വരുമ്പോൾ വേസ്റ്റ് വന്നു. പിന്നെ വേസ്റ്റ് വരും. യൂഷ്വലി അത് മുമ്പനെ വരും, പക്ഷെ ഇന്ന് കുറച്ച് ലേറ്റാണ്. വേസ്റ്റിങ്ങനെ സൗണ്ട് വരും. അവരുടെ വേസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കാൻ ആൾക്കാർ ചിലപ്പോൾ അവരുടെ സൗണ്ട് വരും. അവരെല്ലാം വീട്ടിൻ്റെ അടുത്ത് വന്നിട്ട് പിക്ക് ചെയ്യും. ഞാൻ അവിടെ നിൽക്കാനായിട്ട് പറ്റാണ്ട് ഞാൻ അവിടെ വരെ പോയി കൊണ്ട് കളഞ്ഞതാണ്. അടുത്തന്നെ നിൽക്കണുള്ളൂ അവർ. അപ്പം ഞാൻ കൊണ്ട് കളഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അവർ എല്ലാം വീട്ടിൻ്റെ അടുത്ത് മുറ്റത്ത് വന്ന് നിന്നിട്ട് കളക്ട് ചെയ്തിട്ട് പോകും. പിന്നെ എനിക്ക് ഉള്ളിൽ കുറച്ച് പണിയുള്ളതുകൊണ്ട് കുറച്ച് വേഗം പോയി കളഞ്ഞിട്ട് വന്നു വേറെ പണികൾ ചെയ്ത് തീർക്കാമല്ലോ പറഞ്ഞിട്ടാണ് പോയത്. അവരിങ്ങനെ ഈ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിൽ കൊണ്ടു പോകുന്നു. അതൊക്കെ എല്ലാം കളക്ട് ചെയ്ത് പോകും. അപ്പോൾ അവിടെ ഞാൻ ഇട്ടിട്ട് വന്നു. അപ്പോഴത്തേക്കും അവിടെ അടുത്ത വീട്ടിലത്തെ കൊച്ചിൻ്റെ ബസ് വന്നു വീടുകളിൽ. അപ്പോൾ ഞാനിത് ഉള്ളിൽ വെച്ചിട്ട് ഗേറ്റിൽ നിന്ന് ഞാൻ ഇനി പുറത്ത് പോകില്ല. അപ്പോൾ ഗേറ്റ് ലോക്കിടില്ല, ജസ്റ്റ് ലൈക്ക് അത് ചുമ്മാ വെറുതെ അങ്ങനെ ലോക്ക് ഇടാണ്ട് ഇങ്ങനെ കൊളുത്തിട്ടിട്ട് വരും. അപ്പോൾ ആരെങ്കിലും ഗേറ്റ് തട്ടിയാൽ എനിക്കറിയാൻ പറ്റില്ല ആരോ വന്നു. ഇനി എനിക്ക് പുറത്തൊന്നുമില്ല. എനിക്കിനി മുകളിൽ പോയിട്ട് പോട്ടുകളൊക്കെ എടുത്ത് ഏറ്റവും മുകളിൽ കൊണ്ടുവയ്ക്കണം. സിറ്റ് ഔട്ട് ഏരിയ ഒന്ന് ക്ലീൻ ആക്കാനുള്ള പ്ലാനാണ്. കുറേ മണ്ണൊക്കെ ഉണ്ട്, അതൊന്ന് അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കാനുള്ള പ്ലാൻസാണ്. അപ്പോൾ ഞാൻ ഇതിനെ വെച്ചേക്കണെന്ന് വെച്ചാൽ ഞാൻ കാണിക്കണ്ടേ ഞങ്ങളുടെ റോട്ടിൽ കൂടുന്ന നമുക്കിപ്പോൾ വണ്ടി പോകുന്നുണ്ട്. അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്തേ. കണ്ടോ, ഞങ്ങളുടെ വീട്ടിനെ മുറ്റത്തിക്കോടുന്ന് പോകും. എനിക്ക് അപ്പം ഇട്ടാൽ മതി, പക്ഷെ ഞാനത് കുറച്ചുകൂടി വേഗം ഇട്ടിട്ട് പോയി നമ്മുടെ പണികൾ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇട്ടിട്ട് വന്നത്. അപ്പോൾ വീട്ടിൻ്റെ അടുത്ത് വന്ന് കളക്ട് ചെയ്ത് പൊക്കോളും. അത് ഒരു ദിവസം വിട്ട് ഒരു ദിവസമാണ് വരുന്നത്. അപ്പോൾ അതെന്തായാലും നമുക്ക് സുഖം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേസ്റ്റൊക്കെ നമുക്ക് കളയാനായിട്ട് ഈസി. എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് സെഗ്രിഗേറ്റ് ചെയ്ത് കൊടുക്കണം. വെറ്റ് വേസ്റ്റ്, ഡ്രൈ വേസ്റ്റ് ഇത് സെപ്പറേറ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ പക്ഷെ എല്ലാം ഒരു ദിവസം വിട്ട് വന്ന് അവർ കളക്ട് ചെയ്ത് പോകും. അപ്പോൾ ഞങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല, അവിടെ വെച്ച് കഴിഞ്ഞാൽ അവർ വന്ന് എടുത്തിട്ട് പൊക്കോളും. അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് അവർ ചെയ്തിട്ട് പൊക്കോളും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.